പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. കർത്താവ് ജനിക്കണേക്കാൾ, ക്രിസ്തു ജനിക്കണേക്കാൾ 500 വർഷം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് സക്രിയ. സക്രിയ പറയാണ്, അന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും. എന്റെ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ മനുഷ്യവർഗം മുഴുവന്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി, എന്റെയും നിങ്ങളുടെയും പാപ പരിഹാരത്തിനായി, നമ്മളെ വീണ്ടെടുക്കുവാനായി, നമുക്ക് നിത്യജീവൻ നൽകുവാനായി, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ വീണ്ടെടുക്കുവാനായി ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു കാൽവരി മലയിൽ. ഹല്ലേലൂയ, ഓ ജീസസ്. ആമേൻ, ആമേൻ. പുതിയ നിയമത്തിലോട്ട് വരണം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, അവിടെ എന്താണ് വചനം പറയുന്നത്? 34-ാമത്തെ വചനത്തിൽ അതേ ഒറ്റക്കണ്ണന ലുങ്കിനിയോസ് കർത്താവിന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുകയാണ്. ഉടനെ എന്ത് സംഭവിച്ചു? നമ്മളത് കാണുന്നില്ല. എന്താ സംഭവിച്ചത്? ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവായ യേശുവിന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുന്നു. ലുങ്കിനിയോസ് കുത്തുകയാ. ശ്രദ്ധിക്കണമേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ലുങ്കിനിയോസ്, അവൻ കുന്തം കൊണ്ട് കുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. മനുഷ്യവർഗം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി, മനുഷ്യവർഗത്തിന്റെ നിത്യരക്ഷയുടെ ഉറവിടമായി ഓരോ പൊട്ടിപ്പുറപ്പെട്ടു. ഒറ്റക്കണ്ണൻ ലുങ്കിനിയോസിന് കാഴ്ച കിട്ടുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, എന്താണ് തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയുടെ രഹസ്യം. കർത്താവായ യേശുവിന്റെ തിരുച്ചോരയ്ക്ക് എന്തുകൊണ്ടാണ് സാത്താൻ കോട്ടകളെ തകർക്കാൻ കഴിയുന്നത്? കർത്താവായ യേശുവിന്റെ തിരുച്ചോരയ്ക്ക് എന്തുകൊണ്ടാണ് പിശാചിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുവാൻ കഴിയുന്നത്? തലമുറകളായിട്ടുള്ള ബന്ധനങ്ങള്, ജനറേഷണൽ ബോണ്ടേജസ്, തലമുറകളായ ചില പാപബന്ധനത്തിന്റെ മുഖങ്ങള് കർത്താവായ യേശുവിന്റെ രക്തത്താൽ ഒടിഞ്ഞു മാറുന്നു, തകർക്കപ്പെടുന്നു. എന്തേ ഈ രക്തത്തിന് ഇത്രമാത്രം ശക്തി? എന്തേ ഈ രക്തത്തിന് ഇത്രമാത്രം ശക്തി? എന്റെ സഹോദരി സഹോദരങ്ങളെ, ആ ശക്തിയുടെ രഹസ്യം നമ്മൾ അറിയണം. അത് വെറുതെ അറിഞ്ഞാൽ പോരെ, ഒരു ഇന്റലക്ച്വലായ അറിവല്ല. ഇത് അറിഞ്ഞനുഭവിച്ച് കൃപയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസ് വേണ്ട തലങ്ങളിലേക്ക്, നമുക്ക് അഭിഷേകം വേണ്ട ഇടങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്, നമ്മൾ പുഷ് ചെയ്ത് പ്രാർത്ഥിക്കണം, അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ തിരുച്ചോര നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരമുണ്ടാവുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.